ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ മെയ് ദിന പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ പങ്കുചേരാൻ എത്തിയിട്ടുള്ളത് KV അബ്ദുള്ള കോയയാണ്. കോഴിക്കോടിൻ്റെ ഹൃദയഭൂമിയിൽ ഒരു ജീവിതകാലം മുഴുവൻ പ്രയത്നിച്ച ഒരു മനുഷ്യനാണ്. തൻ്റെ വിയർപ്പ് കൊണ്ട് ഈ മണ്ണിനെ പുഷ്കലമാക്കിയ ഒരു മനുഷ്യൻ എന്ന് വേണമെങ്കിൽ അബ്ദുള്ള കോയയെക്കുറിച്ച് പറയാം. ഇപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വിശ്രമത്തിലാണല്ലേ? വിശ്രമത്തിലാണ്. 970 വലിയങ്ങാടിൽ ജോലിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഇവിടുന്ന് 2 പാലങ്ങൾ വർക്ക് ചെയ്യുന്ന പുറത്ത് കപ്പലിലൊക്കെ ചരക്കറിന് പാലത്തെ ഇറക്കലാണ്. ആ കാലത്ത് കപ്പലിൽ ജോലി ചെയ്തിട്ടുണ്ട്. നമ്മളെ വാപ്പൻ്റെ ചേട്ടന് ആലിക്കോയ സ്രാങ്ക് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. അവർ കൂട്ടിക്കൊണ്ടുപോയത് ആ ചെറുപ്പത്തിൽ. അപ്പോൾ ആ കാലഘട്ടം ഈ മേഖലയായിട്ടുള്ള ബന്ധമാണ്. പിന്നെ ഗുജറാത്ത് സ്റ്റേറ്റിലായിരുന്നു. പിന്നെ 978 കപ്പലിന് വിരമിച്ചടിച്ചോ വെല്യങ്ങാടി ആയിരുന്നു ജോലി. വെല്യങ്ങാടി ഗുജറാത്ത് സ്റ്റേറ്റിൽ ഗുദാം എന്ന ഗുദാമിലായിരുന്നു ഞാൻ ജോലി ചെയ്തത്. അപ്പോൾ പഴയ ചരിത്രം പഴയ ആൾക്കാർ പറഞ്ഞു തന്നിട്ടും എൻ്റെ അറിവിലും അവിടെ ജോലി ചെയ്യുന്ന അടിസ്ഥാനത്തിൽ എനിക്ക് ഇതിനെപ്പറ്റി കുറച്ച് അറിയാവുന്നത് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ കുട്ടിക്കാലം മുതലേ വെല്യങ്ങാടിയും പരിസരവും ഒക്കെ തന്നെയാണ് നമ്മുടെ കളിത്തൊട്ടിൽ. പണ്ട് കാലത്ത് ഈ വെല്യങ്ങാടി പാസ്പോർട്ട് ഓഫീസ് എടുക്കണ മുന്നേ വണ്ടിപ്പെട്ടായിരുന്നു. അന്ന് കാളവണ്ടിയിലായിരുന്നു മലപ്പുറം ജില്ലയുടെ ഭാഗത്തുനിന്നൊക്കെ ചരക്ക് കൊണ്ടെടുത്ത് 100 കണക്കിൽ കാളവണ്ടി വന്ന് ഇവിടെ നിന്നാണ് കാളനെ കെട്ടിയത്. എന്നാൽ ഇപ്പോഴും കാണുന്ന കാളക്ക് വെള്ളം കൊടുക്കുന്ന കരിങ്കലിൻ്റെ പത്രം ആ കിണറിനെ തൊട്ടടുത്ത്. പിന്നെ അതും മുമ്പ് പാതാറ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കല്ലായി പാതാറ്, പഴയ പാതാർ തോണിയിൽ പണ്ട് കാലത്ത് ചരക്ക് വന്നിട്ട് അതും ഈ മേഖലയിലൊക്കെ വരുത്ത്. ഇന്ന് റാളിക്ക് വെച്ചിട്ടാണ് പണ്ട് റാളിക്കാരാണ് വലിക്കൽ. റാളിക്കാർ വന്ന് വലിച്ചുകൊണ്ട് ഈ മേഖലയിൽ കൊണ്ട് ചുക്കും കുരുമുളക് ഇങ്ങനെ അത് വിറ്റിട്ട് വല്യങ്ങളിൽ വന്ന് അരി സാധനം വാങ്ങിക്കൊണ്ട് പോയിട്ട് ആ തോണിയിൽ അങ്ങോട്ട് പോണ കാലഘട്ടമായിരുന്നു. പുതിയ തലമുറയ്ക്ക് ഒരു പക്ഷേ അറിയുന്നുണ്ടാവില്ല, കോഴിക്കോട് പുറംകടലിൽ കപ്പലിൽ വരുന്ന സാധനങ്ങൾ പുറംകടലിൽ നിന്ന് തോണിയിൽ കയറ്റി തോണിയിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മുടെ കോഴിക്കോട് ഉണ്ടായിരുന്ന 2 കടൽപ്പാലങ്ങളുടെ അടുത്തേക്ക് തോണിയിൽ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഗോഡൌണിലേക്ക് ഒരു ട്രോളിയിൽ കൊണ്ടുവരികയാണ് ചെയ്തിരുന്നത്. അതെ. അന്ന് എന്തൊക്കെയാണ് കൊണ്ടുവന്നിരുന്നത് കപ്പലിൽ? ദ്വീപിൽ ലക്കിഡീസ് എന്ന് പറഞ്ഞൊരു കപ്പലുണ്ടായിരുന്നു. അമ്മി ദ്വീപ് എന്ന് പറഞ്ഞ 2 കള്ളിയൊരു കപ്പലുണ്ടായിരുന്നു. ആ കപ്പലിൽ അവിടുന്ന് മാസ് കൊപ്പര മെയിൻ അവിടുന്ന് ദ്വീപിൽ നിന്ന് കൊണ്ടെടുത്ത് അതാ. ഇവിടുന്ന് ഉപ്പ് തൊട്ട് മറ്റുള്ള എല്ലാ സാധനവും ഇവിടുന്ന് കയറ്റി ആ കപ്പലിൽ കാണുക കൊണ്ടുപോകും, തിരിച്ച് കയറ്റി കൊണ്ടുപോകും. പിന്നെ ഉരുവിൽ കാണിച്ചാൽ അവിടുന്ന് വരുന്നത് കാരക്ക. അന്ന് പറക്കയിലാണ് കാരക്ക വരുന്നത്. വട്ടിയിൽ നിറച്ചിട്ടാണ് അന്ന് കാരക്ക വരുന്നത്. ആ കാരക്ക ഇവിടെ ഇറക്കും. ഇവിടുന്ന് ഇങ്ങോട്ട് പോകും മരങ്ങളും ബറാമിൻ്റെ ഇവിടെ ആ പാണ്ടിയാലൊക്കെ പൊളിഞ്ഞെടുക്കുന്നുണ്ട്. ബറാമിൻ്റെ പാണ്ടിയാല, PAൻ്റെ പാണ്ടിയാല, 2 പാണ്ടിയാല അവിടെയാണ് അറബികൾ വന്നുകൊണ്ട് ഇതാക്കില്ല. അവിടുന്ന് ഇവിടുന്ന് പിന്നെ മരങ്ങൾ തേക്ക് പ്ലാവ് ഇങ്ങനെ മരങ്ങൾ ആ ഉരുളിലൊക്കെ കയറ്റിയാണ് ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നു. ഇത് ഈ പറയുന്ന 2 പാണ്ഡ്യാലകളും നമ്മുടെ സൗത്ത് ബീച്ചിലേക്ക് കടലിന് അഭിമുഖമായിട്ടുള്ള പാണ്ഡ്യാലകളാണ്. അതെ, ഒരു പാണ്ഡ്യാല ഇപ്പോൾ പൊളിഞ്ഞെടുക്കണ്. വിദേശങ്ങളിൽ നിന്ന് കപ്പൽ വരുമായിരുന്നോ? ഞാൻ അനുഭവം പറഞ്ഞൊരു ഫിലിപ്പീൻസ് കപ്പലിൽ, ഗ്രീക്ക് കപ്പലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സുദർശൻ എന്ന് തമിഴ് പെരിയാർ എന്നൊരു കപ്പലുണ്ട്. സുദർശൻ ഇവിടെ കോഴിക്കോട് ആ ഒരു കപ്പലുണ്ടായിരുന്നു. തമിഴ് പെരിയാർ എന്നാണ് കപ്പലിൻ്റെ പേര്. അതിലും ഞാൻ ആ സ്റ്റീമായിരുന്നു അന്ന് വെള്ളത്തിൽ സ്റ്റീം അണ്ടലുകാർക്ക് ക്രെയിൻ ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. 5-8 വർഷത്തോളം താങ്കൾ കപ്പൽ പണിയെടുത്തു. 8 വർഷം 78 ദിവസം വലിയങ്ങാടി കഫൈൻ ട്രേഡേഴ്സും പറഞ്ഞ ഷോപ്പിൽ മൂപ്പനായിട്ട് വർക്ക് ചെയ്ത് മെയിൻ ആളായിട്ട്. മൂപ്പൻ ലീഡർ. അങ്ങനെ ഗുജറാത്ത് സ്റ്റേറ്റിലെ ഗുദാം, ഗുജറാത്ത് സ്റ്റേറ്റിലെ ഗുദാം എന്ന് പറയുന്ന ആർട്ട് കഫേ ആയി മാറി. അവിടെ ആയിരുന്നു വർക്ക് 40 വർഷം. ഒരു കാലത്ത് ചരക്കുകൾ സൂക്ഷിച്ചിരുന്ന കലാപ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. നമ്മുടെ ഒരു വലിയങ്ങാടിയിലെ ഒരു തൊഴിലാളികളുടെ ഒരു ഘടന എങ്ങനെയായിരുന്നു? ഇപ്പോൾ താങ്കൾ മൂപ്പനായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. ഇപ്പോൾ കമ്മാലി എന്നൊക്കെ പണ്ട് വിശേഷിച്ചു. കമ്മാലി എന്ന് പറഞ്ഞാണ് മൂപ്പൻസ് ആണ് കമ്മാലി. പിന്നെ പാക്കേജ് എന്ന് പറഞ്ഞാൽ ഈ മസാലപ്പൊടി, മുളക്, മല്ലി ഇതൊക്കെ പാക്ക് ചെയ്യുന്നതാണ് പാക്കേജുകളാണ്. അതിന് 2 വിഭാഗങ്ങളാണ്, മൂപ്പൻസും ഉണ്ട് കമ്മാലിസും ഉണ്ട്. മുതലാളിയായിട്ട് യാതൊരു ബന്ധമില്ല. മൂപ്പനാണ് ഈ പണി നടത്തൽ. മുതലാളി ആ ക്യാഷിലിരുന്ന് ബിസിനസ് ചെയ്യാന്നല്ലാതെ ഗുദാമിനെ പറ്റിയോ ചരക്ക് ഇറക്കിനെ പറ്റിയോ നമ്മൾ ചരക്ക് ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് പടിഞ്ഞാറ് ഭാഗത്ത് കടൽ മാർഗവും ഇറക്കുമതി ഉണ്ടായിരുന്നു. കിഴക്ക് ഭാഗത്ത് 2 ബൂട്ട് സെറ്റ് 3 ബൂട്ട് സെറ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ പൊളിച്ച് മാറിപ്പോയി. ഇപ്പോൾ തീവണ്ടി മാർഗം അരി വന്നിട്ട് ലക്ഷക്കണക്ക് ചാക്ക് സൂക്ഷിക്കാനുള്ള ഗോഡൗണുകൾ ഉണ്ട്. ആ ഗോഡൗണൊക്കെ ഇപ്പോൾ ഓരോ ഓരോ ഇതാക്കി മാറ്റിക്കുന്നത്. വലിയൊരു മേഖല ആയിരുന്നു വെല്യങ്ങാടി മേഖല. കേരള സംസ്ഥാനത്ത് മൊത്തത്തിൽ ചരക്ക് വിതരണം ചെയ്യുന്ന കാലഘട്ടത്തിലായിരുന്നു വെല്യങ്ങാടിയിൽ. അപ്പോൾ അങ്ങ് മൂപ്പനായി ജോലി ചെയ്തിരുന്ന ഷോപ്പിൽ അങ്ങയുടെ കീഴിൽ എത്ര തൊഴിലാളികൾ ഉണ്ടായിരുന്നു? അത് ഇപ്പോൾ ഒരു ആന്ധ്രയിൽ നിന്ന് കമ്മീഷൻ ചാക്ക് ആക്കലാണ് വാഗ്യം കണക്കിൽ. വലിയ ഒരു 750 ചാക്കുകൊണ്ടുള്ള ഒരു വാങ്ങലിൽ. പിന്നെ ചെറിയ വാങ്ങലിൽ ഒരു 324 ചാക്കാണ്.
ചരക്ക് എത്രത്തോളം വരുന്നത് അതിനനുസരിച്ച് കൂടുതൽ നമുക്കൊരു 10-20 ബോക്സ് ഉണ്ടെങ്കിൽ 10-30 ആൾക്കാരെ പണിക്ക് വിളിക്കേണ്ടി വരും. ഒരു ബോക്സ് ആണെങ്കിൽ ഒരു 5-6 ആൾക്കാരെ കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ വണ്ടി വരുന്നതിനനുസരിച്ച് ആളെങ്ങനെ പുറത്ത് ഇങ്ങനെ വിളിക്കലാണ്. ഇത്രയും ആൾക്കാരെ പെട്ടെന്നൊരു ആവശ്യം വന്നാൽ അത്രയും ആൾക്കാർ വലിയങ്ങാടിയിൽ ലഭ്യമായിരിക്കും. ആൾക്കാർ ആ ഇത് കണ്ടിട്ട് ജോലിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ഇവിടെ കുറേ ഹോൾസെയിൽ പീഡിയക്കാരുണ്ട്. ഒന്ന് രാമകൃഷ്ണ ഏറാടി, കാരപ്പമ്പ സൊങ്ങോയ, PK അഹമ്മദ്, നെല്ലിക്കോട് ട്രേഡേഴ്സ്, അവിടെ കഫേൻ ട്രേഡേഴ്സ്, KP കുഞ്ഞാമത് ബ്രദേഴ്സ്, അവർക്കാണ് ഈ ചരക്ക് അയച്ചു കൊടുക്കൽ. അവരാണ് വലിയ മറ്റുള്ള ചില്ലറ കച്ചവടക്കാർക്ക് ഇവർക്കൊക്കെ ലോഡ് കണക്ക് വിൽക്കലും വിൽക്കുക. ഇവർ നേരിട്ട് ഡയറക്റ്റ് ഈ കച്ചവടം ഈ ടീമിൻ്റെ കയ്യിലാണ്. ഓലാണ് ഈ വില നിശ്ചയിക്കൽ. ഈ അന്നത്തെ മാർക്കറ്റ് കോഴിക്കോട് ജില്ലയിൽ കേരളത്തിലെ അരിൻ്റെ മാർക്കറ്റ് നിശ്ചയിക്കുന്ന ടീമായിരുന്നു അവർ വില പറഞ്ഞു. ആ വിലയാണ് മൊത്തത്തിൽ വരുന്നത്. അന്നത്തെ ഒരു കൂലി സമ്പ്രദായമൊക്കെ എങ്ങനെയാണ്? മൂപ്പൻസിന് വെച്ചാൽ ഷോപ്പിൽ ഓർക്ക് കൂലിയില്ല. അതെന്ന് വെച്ചാൽ ഒരു ചാക്ക് ഇറക്കണ കോൺട്രാക്ട് വർക്കാണ്. ഇറക്കണ ഒരു കൂലി, പിടിച്ചു കൊടുക്കുന്ന ഒരു കൂലി, തൂക്കണ ഒരു കൂലി, അങ്ങനെ ഓരോ സെക്ഷനായിട്ട് കൂലിയാണ്. അങ്ങനെ കൂലി കൂട്ടിയതാണ്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം ഞാൻ അതിലൊരു സജീവമായിട്ട് അതിൻ്റെ 3 യൂണിയൻ കൺവീനറായി പ്രവർത്തിച്ച ആളാണ്. ഒരു യൂണിയൻ സെക്രട്ടറി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ പ്രതിനിധിയായിട്ട് ഞാൻ കണ്ണൂർ പോകാറുണ്ട്, ചർച്ചയ്ക്ക് പോകാറുണ്ട്. കണ്ണൂർ സ്റ്റേഷനിൽ ഇങ്ങനെ ഈ സിവിൽ സ്റ്റേഷനിലൊക്കെ ഞാൻ പോകാറുണ്ട് ഈ ചർച്ച ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിനുള്ള ആ ബന്ധത്തിനുള്ളതാണ് ഞാൻ ഇത്രയും കരച്ചായി പറഞ്ഞത്. ഓരോരുത്തർക്കും ഓരോ തരം കൂലിയാണ് അല്ലേ? ഓരോരുത്തരും ഓരോ കൂലിയാണ്. അവർ കൂലില്ല. പിന്നെ കൂലിക്ക് വേണ്ടി ഞാൻ ഡിമാൻഡ് വെച്ച് ഇപ്പോൾ ഒരു മിനിമം വേജസ് ഒരു 250 റുപ്യ ഒരു പണി ഇല്ലെങ്കിൽ കൊടുക്കണം. പിന്നെ ഓർക്ക് മറ്റുള്ള ആനുകൂല്യമുണ്ട്. ഇറക്കണ കൂലി, കയറ്റുകൂലി, കയറ്റുന്ന വേറെ സെക്ഷനാണ്. ഇറക്കണ കമ്മാലികളാണ്, തൂക്കണ കമ്മാലികളാണ്, പിടിച്ചെടുക്കുന്ന കമ്മാലിയാണ്. അങ്ങനെ എല്ലാം കൂടി കൂടിയപ്പോൾ ഓർക്ക് ചെലവിൻ്റെ പൈസ വെക്കും. മുതലാളി എന്ത് പറയുന്ന വായിന്ന് എന്താ പറയുന്നത് അത് ചെയ്തോളണം. അതിൽ കൂടുതൽ ചിന്തിക്കേണ്ട. അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു അന്ന്. അവിടെ നിന്നൊക്കെ എത്രയോ മാറി അല്ലേ? പരിഷ്കാരങ്ങൾ വന്നു. അത് പ്രതികരിക്കാൻ കഴിയില്ല. പ്രതികരിച്ചാൽ അവൻ്റെ അന്ന് ഷോപ്പിലുണ്ടാവില്ല. അടിവിസ വിത്തൗട്ട് അല്ല, അത്രേ ഉള്ളൂ. അങ്ങനത്തെ കാലഘട്ടമായിരുന്നു അന്ന്. ഇപ്പോഴതല്ല. ഇപ്പോഴേ അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളുണ്ട്, എല്ലാ ജോലി ചെയ്തിട്ടുണ്ട്, നല്ല കൂലിയുണ്ട്, നല്ല ശമ്പളമുണ്ട്. അന്ന് വളരെ കുറവാണ്. അബ്ദുള്ളക്കോയ്ക്ക് അന്ന് കിട്ടിയ ശമ്പളങ്ങൾ അല്ലെങ്കിൽ ഒരു മാസം അധ്വാനിച്ചാൽ എന്ത് കിട്ടുമായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? അന്ന് കിട്ടുന്നത് ശമ്പളം വെച്ചാൽ അന്ന് വീട്ടിലെ കുട്ടികൾ മറ്റുള്ള ചെലവുകൾ ഞാൻ കല്യാണം കഴിക്കുന്നതിനേക്കാൾ മുൻപിട്ട് അപ്പോൾ കുടുംബത്തിലൊരു പ്രാരബ്ധം ആയിരുന്നു. കുടുംബന ചെറുതാ ഫാദറിനാണ് ചില ബിസിനസ്സൊക്കെ പൊട്ടി വീട്ടിലായിരുന്നു, ജോലിയൊന്നും ചെയ്യാറില്ല. പിന്നെ ഞങ്ങൾ ജോലി ചെയ്തിട്ടാണ് കുടുംബത്തിനെ വാപ്പ മരിക്കുന്ന ടൈമിൽ 2-3 പെൺകുട്ടികളായിരുന്നു. ഒരു പെൺകുട്ടീനെ കല്യാണം, അവരെ കല്യാണം കഴിക്കൽ, വീടിന് ചുമതല, അങ്ങനെ ചുമതല ഒരു ബാധ്യസ്ഥ ഉണ്ടായതിനെ കൊണ്ട് ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല. അത് വളരെ സംരക്ഷിച്ച് ജീവിതങ്ങൾ പോയി. 70-80 കാലത്തിലൊക്കെ നമ്മളെ ഒരു വലിയങ്ങാടിയിൽ മൊത്തത്തിൽ എത്ര തൊഴിലാളികൾ ഉണ്ടാവും അല്ലെ? കണക്ക് വന്നിട്ട് മൊത്തം നോക്കാൻ 1500 തൊഴിലാളികൾ കൂടുതൽ ഉണ്ടായി. കമ്മാലികൾ തന്നെ 10-400-550 പാക്കേജ് ഷോപ്പിൽ തൊഴിലാളികളുണ്ടായിരുന്നു. പാക്കേജിൽ അതേമാതിരി 10-400 തൊഴിലാളികളുണ്ട്. പിന്നെ അതിനോടനുബന്ധിച്ചുള്ള തൊഴിലാളികൾ കൊണ്ട് 1000-1500 തൊഴിലാളികൾ അതിനോടനുബന്ധിച്ച് വലിയങ്ങാടിനെ കൊണ്ട് ജീവിച്ചു പോകുന്നുണ്ട്. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു. ഇത് ആശ്രയിച്ച് വരുന്ന ചിലർ ജോലിയൊന്നുമില്ല തിരിച്ചങ്ങോട്ട് പോകും. അന്ന് അവരെ വീട് പട്ടിണിയായിരിക്കും. അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു. നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ആ ജോലി ചെയ്യാനും വേണ്ടി വരുന്ന കാലഘട്ടമായിരുന്നു അക്കാലം. താങ്കളുടെ ഒരു കൂട്ടുകാരായിട്ടുള്ള ജോലി ചെയ്തവർ ആരെങ്കിലുമൊക്കെ ഇപ്പോൾ പഴയ ആൾക്കാരെ കാണലുണ്ടോ? കുറേ ആൾക്കാർ മരണപ്പെട്ടുപോയി. പിന്നെ അതിനകത്ത് 2-3 ആൾക്കാർ ഇപ്പോൾ കുറച്ച് ആൾക്കാരെ ഉണ്ട്. അവരെന്താ ചെയ്യുന്നതെന്ന് അറിയില്ല. ഒരു ദിവസം കണ്ടെന്താ ജോലി എടുക്കാൻ കഴിയില്ല, മുട്ടുംകാല് വേദന, വീട്ടിലിരിക്കുകയാണ്, എന്താ നിങ്ങൾ ഞാൻ പറഞ്ഞു എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ദുഃഖമൊന്നുമില്ല, ജീവിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എത്ര പ്രായമായി? എനിക്ക് 69, 70ലാണ്. അപ്പം നന്നേ ചെറിയ കുട്ടിയാകുമ്പോഴേ ജോലിക്ക് ഇറങ്ങി. ചെറിയ കുട്ടിയാൽ ജോലിക്ക് ഇറങ്ങേണ്ടി വരും. എല്ലാ വീട് കട്ടാക്കി. എല്ലാവരുടെ സ്ഥിതി അങ്ങനെ തന്നെ. മൊത്തത്തിൽ എൻ്റെ മാത്രമല്ല, മൊത്തത്തിലുള്ളൊരു ആ കാലഘട്ടത്തിലെ സ്ഥിതികൾ അവർ ജോലി ചെയ്ത് വരുന്നവരെ അവരെ മക്കളോ അവരെ അഞ്ചന്മാരോ പെങ്ങന്മാരോ ഓലുമ്മ പ്രത്യേകിച്ച് മകൻ ജോലി ചെയ്ത് വരട്ടെ എന്ന് പറഞ്ഞ് കാത്തു നിൽക്കുകയാണ്. ആ ജോലി ചെയ്ത് വന്നതിന് തന്നെ അവർ വിസ കിട്ടിയതിനും കൂടെ IT സാധനങ്ങൾ വാങ്ങിയിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ന് കാലം മാറിപ്പോയി. ഇന്ന് ഭക്ഷണം കൊടുത്താൽ വേണ്ട, അത്ര ഇഷ്ടംപോലെ ധാരാളമായിപ്പോയി. വളരെ മാറ്റം വന്നുപോയി. തുടക്കത്തിൽ സൂചിപ്പിച്ചു കേരളത്തിന് മുഴുവൻ അരിയും മറ്റ് ഭക്ഷ്യവസ്തുക്കളും വിതരണം ചെയ്തിരുന്ന ഒരു കാലം കോഴിക്കോടിനുണ്ടായിരുന്നു എന്നുള്ളത്. ഇപ്പം അത് പോയി ഇപ്പം നമ്മളെ മുക്കത്തേക്ക് പോലും ഇവിടുന്ന് കൊടുക്കേണ്ടാത്ത രീതിയിൽ ഇപ്പോൾ അതേ വെച്ചാൽ ഒരു വെല്ലങ്ങാടിയിൽ സമര കാലഘട്ടം ഉണ്ടായിരുന്നു. 10-52 ദിവസം സമരം. ആ മുതലാളി അസോസിയേഷന്മാർ തന്നെ കാനവാസ് എന്ന് പറഞ്ഞൊരു ടീമിനെ ഇറക്കി. അതെന്നുവെച്ചാൽ ആന്ധ്രക്കാർ നേരിട്ട് ഓൽക്ക് അയച്ചെടുത്തോളി, ഓലോട് ചരക്ക് എടുക്കുക. ആദ്യം അതല്ല, ആദ്യം നേരിട്ട് ഡയറക്റ്റ് മുതലാളിക്ക് കമ്മീഷൻ അയച്ചു കൊടുക്കലാണ്.
ഇതിപ്പോൾ നേരിട്ട് ക്യാൻവാസ് എന്ന് പറഞ്ഞൊരു ടീമുണ്ട്. അതുപോലെ ക്യാൻവാസിന് ഓഫീസൊക്കെ വില്ലങ്ങാണ് ഇപ്പോൾ അന്വേഷിച്ചൊക്കെ സാറിന് അന്വേഷിച്ചാൽ മനസ്സിലാവും. അവരെ കൈക്ക് വന്നിട്ട് അവർ അയച്ചു കൊടുക്കും. അപ്പോൾ അവരെ കൈക്ക് ആന്ധ്രക്കാർ അയച്ചു കൊടുത്തപ്പോൾ വളരെ മാറ്റം കച്ചവടത്തിൽ. സമരങ്ങൾ മറ്റേ തീർന്നപ്പോൾ ക്യാൻവാസുകാർ ആന്ധ്രക്കാരെന്തായി മുതലാളിക്ക് ചരക്ക് കൊടുത്തില്ല, ക്യാൻവാസുകാർ പോകാൻ തന്നെ ആക്കി. അപ്പോൾ അവർ ഇപ്പോൾ ഈ ഇവിടെയുള്ള മുതലാളിമാർ നേരിട്ട് ക്യാൻവാസിനകത്ത് കൈയാട്ടുന്നത് ചരക്കെടുക്കൽ. അവർ ആളെ നോക്കി പാർട്ടി നോക്കിയിട്ട് ചരക്ക് കൊടുക്കില്ല. കാരണം ചില ആൾക്കാർ ചരക്കെടുത്ത് പൈസ കൊടുത്തില്ല പോയില്ല കാര്യം. അങ്ങനെ കുറേ ആൾക്കാർ പറ്റി പോയിട്ട് ലാസ്റ്റ് 100 രൂപയ്ക്ക് 50 രൂപ പ്രകാരം പഞ്ചായത്ത് അയക്കാണ്ട് കുറച്ച് അങ്ങനെ തീർക്ക് ചരിത്രം വലിയ കണ്ടിൽ ഇത്രയും ഉണ്ട്, ഇത്രയും പിടികളുണ്ട്. ആ കാലഘട്ടത്തിൽ അങ്ങനെയാണ്. ഇപ്പോൾ നേരിട്ട് ക്യാൻവാസാണ് ചരക്ക് കൊടുക്കുന്നത് വരുന്നത്. ഇപ്പോൾ അത് വേറെ മാറ്റം വെച്ചാൽ അന്ന് ഗുഡ്സ് ആയിരുന്നല്ലോ കോഴിക്കോട്, ഇന്ന് അതും എടുത്തും പോയി. അത് പോയതാണ് വെല്ലങ്ങാട് ഏറ്റവും വലിയ ക്ഷീണം. തീവണ്ടി മാർഗം ചരക്കെത്തുന്നത് ഇല്ലാതായി. അത് മാറിപ്പോയി വെസ്റ്റിലൊക്കെ ആയി. വെസ്റ്റിൽ ഇപ്പോൾ പോയിട്ട് ഇപ്പോൾ വെസ്റ്റിലില്ല. ഇപ്പോൾ നേരെ ഡയറക്റ്റും ലോറിയിൽ വലിയ വണ്ടി ഇറങ്ങിയല്ലോ ഇപ്പോൾ 200 ചാക്ക കൊള്ളുന്ന അങ്ങനത്തെ വണ്ടിയിൽ നേരെ ഡയറക്റ്റ് ലോറിയിൽ നേരിട്ട് വന്നിറങ്ങാണ്. അന്ന് ജോലി സമയത്തിന് അങ്ങനെ കൃത്യതയുണ്ടോ? കൃത്യതയില്ല. ചിലപ്പോൾ രാവിലെ 8 മണിക്ക് തുടങ്ങിയിട്ട് രാത്രി 12 മണി വരെ വണ്ടി ബൂട്ട് സെറ്റിൽ കാണിച്ച ബൂട്ട് സെറ്റിൽ ഒരു ദിവസം ഭാഗ്യം നിൽക്കുകയാണെങ്കിൽ പിന്നെ ഡാമേജ് റെയിൽവേ കിട്ടേണ്ടി വരും. തറവാടക കൊടുക്കണം. അപ്പോൾ അത് ആ വാങ്ങിയൻ അതിൽ കൊണ്ടുവന്ന് ലോറിയിൽ അടിച്ച് മിന്നിച്ച് കണ്ട് ബൂട്ട് സെറ്റ് കാലിയാക്കി കൊടുക്കും. പിന്നെ വണ്ടി ലൈനായിട്ട് വന്ന് അത് ഇറക്കി കഴിഞ്ഞാൽ വരെ ജോലി തന്നെ. രാവിലെ തുടങ്ങിയാൽ അർദ്ധരാത്രി വരെയും പണിയാണ് അക്കാലത്ത്. ഞാൻ അടുത്തതാണ് ആ ജോലി. അതിനെക്കൊണ്ടാണ് ഞാൻ പറയുന്നത് അത്ര കറക്റ്റായിട്ട് പറഞ്ഞു. അപ്പോൾ അന്നത്തെ ഭക്ഷണമൊക്കെ എങ്ങനെയാ രീതികൾ? ചിലപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ടൈം ഉണ്ടാവില്ല. കിട്ടിയ ടൈമിൽ പോയി ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കും. പിന്നെയും തല ചാക്കിന് ജോലി. അങ്ങനെ ഭയങ്കര ഒരു അധ്വാനം തന്നെയാണ്. ഇന്നത്തെ കാലത്തായിരിക്കും അങ്ങനെ എടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ചാക്ക് 2 ചാക്കൊന്നുമല്ല, ആയിരക്കണക്കിന് ചാക്കല്ല ഇറക്കണ്. 60,000 70,000 ചാക്ക് ഗോഡാണ് സ്റ്റോക്ക് ഉണ്ടാവും. 3,000-4,000 ചാക്ക് സെയിലാണ്, കച്ചവടം ചെയ്യും. ഇവിടെ നിന്നല്ലേ പോകുന്നത് സംസ്ഥാനത്ത്. കേരളത്തിൻ്റെ ഒരു നാടിയായിരുന്നു. ഏറ്റവും വലിയ ബിസിനസ് നടക്കുന്ന ഏറ്റവും കൂടുതൽ ബാങ്കുകൾ ഉള്ളതും കോഴിക്കോട് ഈ വില്ലങ്ങാടിനെ ആശ്രയിച്ചായിരുന്നു അന്ന് അക്കാലത്ത്. ചെറുട്ടോട് ആ ലൈൻ 2 ലൈനും ബാങ്കായിരുന്നു. ഇപ്പോൾ ആ ബാങ്കുകളൊക്കെ പോയി പല സ്ഥലത്തേക്ക് ഭാഗിപ്പോയി. എന്തായാലും അങ്ങയുടെ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഇവിടെ എത്തിയ സന്തോഷം. വേറൊരു കാര്യം, അങ്ങ് വളരെ ശ്രദ്ധേയമായൊരു കാര്യം, അങ്ങയുടെ ഈ പരിമിതമായ ജീവിത സാഹചര്യത്തിലും അങ്ങയുടെ മക്കളെ അങ്ങ് വിദ്യാഭ്യാസം നൽകി പഠിപ്പിക്കാൻ മുൻതൂക്കം ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. അതേ ഏറ്റവും വലിയ ഭാഗ്യം എനിക്ക്. എൻ്റെ 3 മക്കളും നല്ല എഡ്യൂക്കേറ്റാണ്, നല്ല ജോലിയാണ്. മോള് JDTയിൽ ടീച്ചറായിരുന്നു. അവിടുന്ന് ഭർത്താവ് എളുപ്പമുണ്ട്. അവൾ കുവൈത്തിലാണ്, അവൾ ടീച്ചറാണ്. എന്തായാലും നല്ലൊരു കാര്യമാണല്ലോ. എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നല്ല കാര്യം. സാമ്പത്തികമായിട്ട് എല്ലാവരും ചെയ്യാൻ കഴിയില്ല. ശാരീരികമായിട്ട് നല്ല കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യേണ്ടത് അത് ദൈവത്തിൻ്റെ ഉള്ളൊരു ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും. ഒരാൾ ദാഹിച്ച് വരുന്ന നമ്മളത് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കണം. അത് ഏറ്റവും വലിയ ഗുണമുള്ള കാര്യമാണ്. ഏത് ആൾ വിശക്കുന്നുണ്ടെങ്കിൽ അവിടെ വാലിൻ്റെ ഹോട്ടലുണ്ട്, ചുക്കുരി ഹോട്ടലിൽ നിന്നാണ്, അവിടെ ഭക്ഷണം കൊടുക്കുന്ന ഓർഡറാണ്. കാരണം വിശപ്പ് എന്താണ് അറിഞ്ഞ ആൾക്കാരാണ് നമ്മളൊക്കെ. ഭക്ഷണം കൊടുക്കുന്നത് ഒരു തെറ്റില്ല, ഭക്ഷണം വാങ്ങിക്കൊടുക്കണം. ഒരുവിധ ആൾക്കാർ വിശപ്പാണെങ്കിൽ ഭക്ഷണം ചോദിക്കില്ല. അപ്പോൾ കണ്ടാൽ നമ്മൾ അറിയുന്ന പ്രിൻസിപ്പിളുണ്ടെങ്കിൽ അത് ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യമാണ്. പണം കൊടുത്താൽ മനസ്സിന് മതിയാവില്ല. 100 കോടി കൊടുത്താലും നമുക്ക് വേണമെന്ന് തന്നെ പറയുള്ളൂ. ഭക്ഷണം അവൻ്റെ വയറ് പറഞ്ഞാൽ മതി. എന്തായാലും അബ്ദുള്ള കോയ, വളരെ സന്തോഷം ഇവിടെ വന്നതിൽ കേട്ടോ. ഇവിടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നതിൽ വളരെ സന്തോഷം. ഓക്കെ, നന്ദി. അപ്പോൾ എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി. ഓപ്പൺ ഫോറത്തിൽ ഇതുവരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് കോഴിക്കോട് വലിയങ്ങാടിയിലെ കയറ്റിറക്ക് തൊഴിലാളിയും സംഘടനാ പ്രവർത്തകനുമായിരുന്ന KV അബ്ദുള്ള കോയ. ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.